വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് വളരെ നിർണായക സൂചനകളാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയത്. ഇത്തവണ സാധാരണ പോലെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നതിലും ഉപരിയായി സീറ്റുകൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി.ജെ.പി. തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കേന്ദ്ര നേതൃത്വം, പ്രത്യേകിച്ച് കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന അമിത്ഷാ സംസ്ഥാന ഘടകത്തിന് നൽകിയിരിക്കുന്ന പ്രധാന നിർദ്ദേശം ഇതാണെന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയ സാധ്യതയ്ക്കായിരിക്കും മുൻഗണന നൽകുകയെന്ന് രാജീവ് ചന്ദ്രശേഖരൻ അറിയിച്ചു. താൻ നിയമസഭയിലേക്ക് മത്സരിക്കുമെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ വിജയം ഉറപ്പുള്ള ഒരു സീറ്റ് തന്നെ നൽകുമെന്നും അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. കെ സുരേന്ദ്രൻ പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ സംസ്ഥാന അധ്യക്ഷനാണെന്നും അദ്ദേഹം കേരളത്തിൽ എവിടെ മത്സരിച്ചാലും വിജയിക്കുമെന്നുമാണ് തങ്ങളുടെ വിശ്വാസമെന്നും രാജീവ് ചന്ദ്രശേഖരൻ കൂട്ടിച്ചേർത്തു. കെ സുരേന്ദ്രൻ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് മത്സരിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ലെന്നും അത്തരം കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുക പാർട്ടി പാർലമെന്ററി ബോർഡ് ആയിരിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അതേസമയം മുതിർന്ന നേതാവായ ആർ ശ്രീലേഖയ്ക്ക് വട്ടിയൂർക്കാവ് സീറ്റ് വാഗ്ദാനം ചെയ്തു എന്ന വാർത്തകൾ രാജീവ് ചന്ദ്രശേഖർ നിഷേധിക്കുകയും ചെയ്തു. ശ്രീലേഖയ്ക്ക് വട്ടിയൂർക്കാവ് സീറ്റ് ഓഫർ ചെയ്തിട്ടില്ല. എന്നാൽ പാർട്ടിയിൽ അവർക്ക് വലിയൊരു ഭാവി റോൾ ഉണ്ടാകുമെന്ന് കേന്ദ്ര നേതൃത്വം തനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തവണ കേരളത്തിൽ സീറ്റുകൾ ഉറപ്പിക്കുക എന്ന അമിത്ഷായുടെ നിർദ്ദേശം നടപ്പിലാക്കാൻ വിജയസാധ്യതയുള്ള പ്രമുഖരെ രംഗത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേരളത്തിലെ ബി.ജെ.പി. നേതൃത്വം. വരും ദിവസങ്ങളിൽ പാർട്ടി പാർലമെന്ററി ബോർഡ് ചേരുന്നതോടെ സ്ഥാനാർത്ഥികളുടെ ചിത്രം കൂടുതൽ വ്യക്തമാകും. സംസ്ഥാനത്ത് ജയസാധ്യതയുള്ള 34 നിയമസഭാ മണ്ഡലങ്ങൾ ബി.ജെ.പി. നിർണയിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവ്, നേമം, കാട്ടാക്കട, തൃപ്പൂണിത്തുറ, പാലക്കാട് എന്നിവയെല്ലാം ഇതിൽ പെടുന്നുണ്ട്. ഏറ്റവും ജയസാധ്യത കൽപ്പിക്കുന്നത് വട്ടിയൂർക്കാവിലും നേമം മണ്ഡലത്തിലുമാണ്. അതിനിടെ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് നടൻ ജി കൃഷ്ണകുമാർ കോർ കമ്മിറ്റിയിൽ അമിത്ഷായോട് ആവശ്യപ്പെട്ടിരുന്നു. ബി.ജെ.പിയുടെ സംസ്ഥാന കോർ കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ജി കൃഷ്ണകുമാറിനെ ഒരു പ്രത്യേക ക്ഷണിതാവായിട്ടാണ് യോഗത്തിലേക്ക് ക്ഷണിച്ചത്. എന്നാൽ അമിത്ഷാ സംസാരിച്ചതിന് ശേഷം എഴുന്നേറ്റ് നിന്ന് കൃഷ്ണകുമാർ വട്ടിയൂർക്കാവ് സീറ്റിനായി തന്റെ അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായി താൻ മണ്ഡലത്തിൽ സജീവമാണെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താൻ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ബി.ജെ.പിക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നും ജി കൃഷ്ണകുമാർ പറഞ്ഞു. താൻ മത്സരിക്കുകയാണെങ്കിൽ നിയമസഭയിലേക്ക് ഒരു ബി.ജെ.പി. എം.എൽ.എ. ഉണ്ടാകുമെന്ന ഉറപ്പും അമിത്ഷാക്ക് കൃഷ്ണകുമാർ നൽകി. നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ബി.ജെ.പിയുടെ ചർച്ചയിൽ പേരുയർന്നാൽ പരിഗണിക്കുമെന്ന് അമിത്ഷാ അതിന് മറുപടിയും നൽകി. പാർട്ടി സംവിധാനം ആ വഴിക്ക് നീങ്ങട്ടെ എന്നും അമിത്ഷാ പറഞ്ഞതായാണ് വിവരം. ഒന്നിലധികം നേതാക്കൾ വട്ടിയൂർക്കാവിൽ താൽപര്യം അറിയിച്ച സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരാളെ അവിടെ മത്സരിപ്പിച്ചാൽ തിരിച്ചടിക്ക് സാധ്യതയുണ്ട് എന്ന് നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ ബി.ജെ.പി. മത്സരിപ്പിക്കാനുള്ള സാധ്യത കാണുന്നു എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നടൻ മേജർ രവി ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകുമെന്നാണ് അഭ്യൂഹങ്ങൾ. നഗരസഭാ ഭരണം ലഭിച്ച ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി. അവിടെ കളത്തിലിറങ്ങുന്നത്. നിലവിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. എന്നാൽ വാശിയേറിയ മത്സരം പ്രതീക്ഷിക്കുന്ന ഈ മണ്ഡലത്തിൽ ബി.ജെ.പിക്കും ഏറെ പ്രതീക്ഷയുണ്ട്.